സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ എംഎസ്എഫിൻ്റെ പ്രവർത്തകൻ വരികയും പിന്നെ എംഎസ്എഫിൻ്റെ പ്രവർത്തകൻ യോഗം അലങ്കോലമാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ വിഷ്വലും മറ്റു ദൃശ്യങ്ങളും പ്രേക്ഷകരെല്ലാവരും കണ്ടു കാണും. ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ചർച്ചാ വിഷയമായിരിക്കുന്ന വാർത്ത കൂടി അതാണ്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചാണ് എംഎസ്എഫിൻ്റെ പ്രവർത്തകൻ ഇന്ന് പ്രതിഷേധവുമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താൻ വേണ്ടി വന്നത്. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് എംഎസ്എഫ് സംസാരിച്ച് തുടങ്ങി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നെ 2 ദിവസം മുമ്പ് പ്രസ് മീറ്റ് വെച്ച് നേരത്തെ ചെയ്തൊരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ എല്ലാ കൊല്ലവും കൃത്യമായി പറയുകയാണെങ്കിൽ 2021 സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ മെയ് മാസം 10ാം ക്ലാസ്സിൻ്റെ ഫലം പുറത്ത് വന്നതിന് ശേഷം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രചാരണ നമ്പറുകളൊന്നാണ് സീറ്റ് പ്രതിസന്ധി. അത് കൃത്യമായിട്ട് എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ നേരിടാറുണ്ട്, വ്യക്തമായിട്ട് അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യാറുമുണ്ട്. പക്ഷേ ഇത്തവണ എംഎസ്എഫ് കുറച്ചുകൂടെ കരുതിക്കൂട്ട് നേരത്തെ ഇറങ്ങിയിരിക്കുകയാണ്. സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് എംഎസ്എഫ് ഇത്തവണ രംഗത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഇതെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ 1 TV ചെയ്ത ഒരു വാർത്തയാണ്. ആ വാർത്ത ചെയ്തെന്ന് വെച്ചാൽ 2011-16 സമയത്ത് UDF സർക്കാർ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള വാർത്തയാണത്. ആ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗാണ്. PK അബ്ദുറബ്ബാണ് വിദ്യാഭ്യാസ മന്ത്രി. അബ്ദുറബിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്കാലം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അത് ഒരുപാട് കുപ്രസിദ്ധമാണ്. അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയാൻ പോകുന്നത്. ആ സമയത്ത് സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് +1 സീറ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് മീഡിയ 1 ചെയ്തിട്ടുണ്ട്. ആ കേൾക്കേണ്ട ന്യൂസ് റിപ്പോർട്ടാണ്, കാണേണ്ട ന്യൂസ് റിപ്പോർട്ടാണ്. ദൃശ്യങ്ങൾ കാണിക്കാൻ തൽക്കാലം നിർവാഹമില്ല, കാരണം മീഡിയ 1 TVയുടെ കോപ്പറേറ്റ് പ്രകാരം നിർവാഹമില്ല. അതുകൊണ്ട് അതിൻ്റെ നമുക്ക് ശബ്ദരേഖ ഒന്ന് കേൾക്കാം. ആ കേൾക്കേണ്ട വാക്കുകളെല്ലാം വ്യക്തമായിട്ട് മീഡിയ 1ൻ്റെ അവതാരകൻ പറഞ്ഞിട്ടുമുണ്ട്. കേൾക്കേണ്ട വാക്കുകളാണ്. അതിങ്ങനെയാണ്. +2 അനുവദിക്കാൻ UDF നേതാക്കൾ കോഴ ചോദിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇക്കാര്യം അന്വേഷിച്ച് ഞങ്ങൾ ചില സ്കൂൾ മാനേജർമാരെ സമീപിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി എന്നിവരുൾപ്പെടുന്ന മൂവർ സംഘമാണ് വിലപേശൽ നടത്തിയതെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. അതേസമയം കോഴക്കാര്യം സ്ഥിരീകരിച്ച മാനേജർമാർ ആരും ക്യാമറയെ അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല. കോഴിക്കോട് ജില്ലയിൽ അപേക്ഷ നൽകിയവയിൽ എലത്തൂർ CMC സ്കൂളിനൊഴികെ ഇത്തവണ +2 അനുവദിക്കപ്പെടുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് ഒരു മാനേജർ പറഞ്ഞു. ഇതിന്റെ കാരണം തേടിയപ്പോൾ ജില്ലാ ലീഗ് നേതൃത്വത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നായിരുന്നു മറുപടി. പിന്നെ കോഴയുടെ സ്ഥിരീകരണത്തിനായി നേരെ CMC സ്കൂൾ മാനേജറുടെ അടുത്തേക്ക്. കോഴ ആവശ്യപ്പെട്ട വിവരം CMC സ്കൂൾ മാനേജർ രാജൻ സ്ഥിരീകരിച്ചു. ഇത് തുറന്നു പറഞ്ഞാൽ +2 നഷ്ടപ്പെടുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു. രാജൻ അറിയാതെയാണ് അദ്ദേഹവുമായുള്ള സംഭാഷണം ഞങ്ങൾ പകർത്തിയത്. ഇവര് മന്ത്രിയുടെ ആളുകൾ, ഔദ്യോഗിക ആളുകൾ തന്നെയാണ്. രണ്ട് അധ്യാപക തസ്തികകൾ വേണമെന്നാണ് ലീഗ് നേതാക്കളായ ഇടനിലക്കാർ പറഞ്ഞത്. ഇവരോടൊപ്പം മലപ്പുറത്ത് പോയി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയെ കണ്ടു. ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാരൊക്കെ പോയി ജനറൽ സെക്രട്ടറി KP മജീദോ അവരാണ് നമുക്ക് തരാനുള്ള വാഗ്ദാനം ചെയ്തത്. ഇതിനു പുറമെ ലീഗിന്റെ പ്രാദേശിക നേതാക്കളും പണം ആവശ്യപ്പെട്ടു. പ്രാദേശിക പൈസ വിളിച്ചുണ്ടാക്കണം 4 ലക്ഷം രൂപ വേണം. അത് നിങ്ങൾ തരണം. രാജൻ പറഞ്ഞതുപോലെ പ്രാദേശിക നേതാക്കൾക്ക് കോഴ നൽകാതിരുന്നാൽ +2 അപേക്ഷ നിരസിക്കപ്പെടുമോ? ഇതറിയാനാണ് സർക്കാർ പുതിയ +2 പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ ഞങ്ങൾ കാത്തിരുന്നത്. പട്ടിക വന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി +2വിനായി കാത്തിരുന്ന CMC സ്കൂൾ പുറത്ത്. പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് തന്നെ വിജയിച്ചു. മലബാറിലെ +2 ഉപരിപഠന സൗകര്യത്തിനായുള്ള പൊതുസമൂഹത്തിന്റെ മുറവിളി വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കൾ നന്നായി ചൂഷണം ചെയ്തുവെന്നാണ് ഈ മാനേജറുടെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. മീഡിയ 1ൻ്റെ വാർത്തയാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. ഇത് 2011-2016 കാലത്തെ UDF ഭരണകാലത്തെ വാർത്തയാണ്. മലബാറിൽ +2 സീറ്റുകൾ തൂക്കിയായിരുന്നു വിറ്റുകൊണ്ടിരുന്നത് 2011-16 കാലത്ത് UDFൻ്റെ ഭരണകാലത്ത്. ആ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഇപ്പോൾ ഇത്തരം ഷോ ഓഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം സ്വന്തം പാർട്ടി നന്നാക്കിയിട്ട് വെള്ളോട്ടിറങ്ങുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ 16 തൊട്ട് ഇതുപോലത്തെ വിക്കലുകൾ, തൂക്കി വിക്കലുകൾ UDFന്
മുസ്ലിം ലീഗിന് പറ്റുന്നില്ല. അതിന് ചുരുക്കാണെന്ന് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല വ്യക്തമായിട്ട് +1 +2 പിന്നെ VHSC ITI അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതുവരെ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ സീറ്റുകൾ സംസ്ഥാനത്തുണ്ട് എന്ന കാര്യം എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ ഓരോന്നോരോ തുറന്നിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും സീറ്റ് കിട്ടാതെ പുറമോട്ട് പോകത്തില്ലെന്ന് എടുത്ത് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. ആ സമയത്തും അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തുക എന്ന് മാത്രമേ ഇതിനൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളൂ.